പാറു പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടു ആദിക്ക് സഹിക്കുന്നില്ലായിരുന്നു. എന്നാ ഇനി ഇതിനെപ്പറ്റി പറ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ, ആകാശ് പറഞ്ഞു. പാറു എല്ലാം തുറന്നു പറയണമെന്ന് തീരുമാനിച്ചിരുന്നു. അവൾ മുഖം തുടച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകൾ കലങ്ങിക്കിടന്നു. ഏങ്ങലടിച്ചുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി. താൻ ഇവിടെ വന്നതും അന്ന് തന്നെ കവിതയുടെ വീട്ടിൽ പോയതും കവിതയെയും കൃഷ്ണനെയും മക്കളെയും കണ്ടതും അവിടുത്തെ അവസ്ഥയും അങ്ങനെ എല്ലാം അവൾ വിസ്തരിച്ചു പറഞ്ഞു. അപ്പുവിൻ്റെയും ചക്കിയുടെയും അച്ഛനാണ് ഈ വീൽചെയർ. അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തുരുമ്പ് പിടിച്ച പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീൽചെയറാണ്. ആദി ആശ്വാസത്തോടെ അവളെ നോക്കി. അവൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു. പാറു തുടർന്നു. ഇനി ആ ചേച്ചിക്ക് ഒരു ജോലി കൂടി റെഡിയാക്കണം. ഇത് ഇലക്ട്രിക് വീൽചെയറാണ്. ചേട്ടൻ ഒറ്റയ്ക്ക് ഇനി എന്തും ചെയ്യാം. ഒരാൾ തള്ളിക്കൊടുക്കേണ്ട. ചേച്ചിക്ക് ഒരു ജോലി കൂടി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ പട്ടിണി കുറച്ചൊക്കെ മാറിക്കിട്ടും. അവർക്ക് ഒരു പശുവിനെ കൂടി വാങ്ങി കൊടുക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കോഴികൾ. പിന്നെ ആ കുട്ടികളെ പഠിപ്പിക്കണം. പാറു പറഞ്ഞു നിർത്തി. ആകാശ് അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സാരമില്ല, പോട്ടെ, ഇവിടുത്തെ പണികളൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തന്നെ ഇത് അവിടെ കൊണ്ടു കൊടുക്കാം. ഓക്കെ. പാറു പിന്നെയും മേങ്ങലടിച്ചു. സാരമില്ല. ആകാശ് ആദിയെ കണ്ണു കാണിച്ചു. ആദി അകത്തേക്ക് കയറിപ്പോയി. ആകാശ് പാറുവിനെ അകത്തേക്ക് തള്ളിവിട്ടു. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവാ. പാറു കണ്ണു തുടച്ചുകൊണ്ട് മെല്ലെ അകത്തേക്ക് നടന്നു. കിച്ചണിൽ പോയി ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തപ്പോഴേക്കും ആദി അങ്ങോട്ടെത്തി. പാറുവിനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ തലയിൽ താടി ചേർത്തു. പാറു ഞെട്ടിപ്പോയി. അവൾ കുതറിയെങ്കിലും ആദി പിടിവിട്ടില്ല. പേടിക്കേണ്ട, ഞാനാണ്, ആദി പറഞ്ഞു. അവൾ അപ്പോഴും ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. ഞങ്ങൾ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. ഇനിയൊന്നും മറച്ചു വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് അന്യനാണെന്ന് എനിക്ക് തോന്നിപ്പോകും. എനിക്ക് മാത്രമല്ല, ആകാശിനും. അവൻ നിന്നെ അവൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്. കാരണം അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ ഒറ്റ മോനാണ്. പാലക്കാട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ വീടും. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഇവിടെ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഒരു വാടക വീട്ടിലാണ് താമസം. ഇതൊക്കെ നിനക്കറിയാവുന്നതല്ലേ. ഞങ്ങളോട് ഇനിയും ഒന്നും മറച്ചു വയ്ക്കരുത്. നീ നന്മയുള്ള ഒരു കൊച്ചാ. മറ്റുള്ളവരുടെ വേദന അവർ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാവും. എന്തു കാര്യത്തിനും ഞാനും അക്കുവും ഉണ്ട്. അവൻ പറഞ്ഞത് കാര്യാക്കണ്ട. അവൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പാറു പെട്ടെന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു. സാരമില്ല, പോട്ടെ. ആദി അവളെ തിരിച്ചു നിർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് മുതുകിൽ തട്ടിക്കൊണ്ടിരുന്നു. ആദി നല്ല ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചൊപ്പമേ അവൾക്ക് ഉയരമുള്ളൂ. പാറുവിൻ്റെ ഏങ്ങലടികൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ആദി അവളുടെ കണ്ണുനീർ തുറച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. താൻ ആകാശിന് വേണ്ടി വെള്ളത്തിന് വന്നതല്ലേ. അവൾ ആദിയെ വിട്ടുമാറി ജഗ് എടുത്തപ്പോൾ ആദി പറഞ്ഞു, ആകാശിന് കുടിക്കാൻ വെള്ളമൊന്നും വേണ്ട. നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആ വീൽചെയർ ആ വീട്ടിൽ കൊണ്ടു കൊടുക്കാം. നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഓക്കെ. പാറു തലയാട്ടി. പ്ലംബറും മഴമറയുടെ പണിക്കാരും പോയതിനു ശേഷം ആദിയും ആകാശും പാറുവും ചേർന്ന് വീൽചെയർ കവിതയുടെ വീട്ടിലെത്തിച്ചു. ആദിയും ആകാശും കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്ന് വീൽചെയർ പുറത്തെടുത്തു. കൃഷ്ണനെ അതിലിരുത്തി. കൃഷ്ണന് സന്തോഷമുണ്ടെങ്കിലും വല്ലാത്തൊരു അപകർഷതാബോധം അയാൾക്കുണ്ടായി. താൻ എല്ലാവർക്കും ഒരു ബാധ്യതയായി എന്ന തോന്നലിൽ അയാൾ മുഖം കുനിച്ചു. കവിത കരഞ്ഞുകൊണ്ട് പാറുവിനെയും ആകാശിനെയും ആദിയെയും നോക്കി തൊഴുതു. പാറു കവിതയെ ചേർത്ത് പിടിച്ചു. ആദി വീൽചെയർ ഒറ്റയ്ക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് കൃഷ്ണന് കാണിച്ചു കൊടുത്തു. ഇനി മറ്റൊരാളുടെ സഹായമില്ലാതെ തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പുറത്തൊക്കെ പോകാം. പക്ഷേ വീട്ടിൽ സ്റ്റെപ്പായതിനാൽ പുറത്തേക്കിറങ്ങാൻ മറ്റൊരാളുടെ സഹായം വേണ്ടിവരും. ആദ്യം അത് ശരിയാക്കി കൊടുക്കാമെന്ന് ഏറ്റു. നിരപ്പായ കയറ്റമുണ്ടെങ്കിൽ കൃഷ്ണന് അകത്തേക്കും പുറത്തേക്കും തനിയെ പ്രവേശിക്കാം. കവിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെയായി. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണു നിറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആദ്യം ആകാശും പാറുവും തിരിച്ചുപോയി. അപ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് എത്തിയിരുന്നു. അവർ കവിതയ്ക്ക് ബാഗും മറ്റു സാധനങ്ങളും കാണിച്ചു കൊടുത്തു. വില കൂടിയ കാറിൽ സ്കൂളിൽ ചെന്നിറങ്ങിയതും മറ്റു കുട്ടികൾ ഒക്കെ തങ്ങളെ അത്ഭുതത്തോടെ നോക്കിയതും അവർ പറഞ്ഞു. കൃഷ്ണൻ്റെ പുതിയ വീൽചെയർ അവർ തൊട്ടു നോക്കി. കൃഷ്ണൻ തനിയെ വീൽചെയറിൽ പോകുന്നത് കണ്ട് അവർക്ക് സന്തോഷം തോന്നി. അല്ലെങ്കിൽ കവിത ജോലിയെടുക്കുമ്പോഴും മറ്റും
കുട്ടികളായിരുന്നു അത് തള്ളിയിരുന്നത്. കൊച്ചു കുട്ടികളെ കൊണ്ട് തള്ളിക്കുന്നത് കൃഷ്ണനും സങ്കടമുണ്ടായിരുന്നു. കാരണം ചക്രം ശരിയല്ലാത്തത് കൊണ്ട് കുട്ടികൾ തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാണ് അത് തള്ളിയിരുന്നത്. ഇനി അച്ഛൻ്റെ വണ്ടി ഞങ്ങൾ തള്ളണ്ടേ അമ്മേ? അവർ തങ്ങളുടെ സംശയം കവിതയോട് ചോദിച്ചു. വേണ്ട മോനെ, അച്ഛന് ഇനി ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാം, കവിത പറഞ്ഞു. കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം ആ വീൽ ചെയർ തള്ളൽ ആരോഗ്യമില്ലാത്ത അവർക്ക് അത്രയും വലിയ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പണിയായിരുന്നു. അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകി. പാറു ചേച്ചി വന്നതോണ്ടാ അല്ലേ അമ്മേ നമ്മൾക്ക് എല്ലാം കിട്ടുന്നേ? അപ്പു ചോദിച്ചു. കവിത മൂളി. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ആദിയുടെ മനസ്സിൽ ആ ഓടിട്ട ചെറിയ വീടായിരുന്നു. അവിടുത്തെ അവസ്ഥ അവന് ഊഹിക്കാമായിരുന്നു. പാറുവിൻ്റെ നന്മയിൽ ആദിക്ക് അഭിമാനം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ പാറു ഗ്രോ ബാഗുകളിൽ കുറച്ചു മണ്ണു നിറച്ച് അതിനു മുകളിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും ജൈവവളവും മിക്സ് ചെയ്തു നിറച്ചു. അതിനുശേഷം ചെറിയ ട്രേയിൽ മിശ്രിതം നിറച്ച് വിത്തുകൾ പാകി മുളപ്പിക്കാൻ വെച്ചു. ഗ്രോ ബാഗുകൾ ടെറസിൽ സെറ്റ് ചെയ്തു. ആദിയും ആകാശും അവളെ സഹായിച്ചു. ടെറസിൽ മഴമറ ഉള്ളതിനാൽ തന്നെ 365 ദിവസവും കൃഷി ചെയ്യാം. മഴയെയും വെയിലിനെയും പേടിക്കേണ്ട. അടുക്കള ഭാഗത്തും ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്തു. കോവൽ വള്ളികളും നട്ടു. മതിലിനോട് ചേർന്നു വാഴക്കന്നുകളും കുഴിച്ചിട്ടു. ഒരു സൈഡിൽ കൈതയുടെ തൈയും മണ്ണിൽ ഊന്നിയിട്ടു. അതിനുശേഷം ആദി വാങ്ങിക്കൊണ്ടുവന്ന ഹോസ് ഉപയോഗിച്ച് എല്ലാം നനച്ചു കൊടുത്തു. ആദി രാത്രി 8 മണിയോടെ പോകാനിറങ്ങി. ഫുഡ് കഴിച്ചിട്ടാണ് അവൻ ഇറങ്ങുന്നത്. മുറ്റത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഇവിടെ കിടക്കേണ്ട, കവിത ചേച്ചിയുടെ മക്കളെ കൂടി ഇവിടെ കിടത്തിക്കോ. പാറു സമ്മതിച്ചു. അവൾ അപ്പോൾ തന്നെ കവിതയ്ക്ക് ഫോൺ ചെയ്തു. കുഞ്ഞുങ്ങളെ രാത്രി തനിക്ക് പേടിക്ക് അയക്കോ എന്ന് ചോദിച്ചു. കവിത അപ്പോൾ തന്നെ സമ്മതിച്ചു. ആദി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആദിയും പാറുവും കൂടി പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു. രാത്രി അവൾ തനിച്ചില്ലെന്ന ധൈര്യത്തിൽ പോകാനിറങ്ങിയപ്പോൾ അവൻ കുട്ടികളോട് പറഞ്ഞു, ചേച്ചിക്ക് പേടിക്കാണ് നിങ്ങളെ ഇവിടെ നിർത്തുന്നത്. ചേച്ചിയെ നോക്കിക്കോളണം കേട്ടോ. ആ, ഞാൻ നോക്കിക്കോളാം. ചേച്ചിക്ക് ഇനി പേടിയുണ്ടാവില്ല, ഞങ്ങളില്ലേ, അപ്പു ഗമയിൽ പറഞ്ഞു. ആദി ചിരിച്ചുപോയി. ശരിയെന്ന അർത്ഥത്തിൽ തല കുലുക്കിക്കൊണ്ട് അവൻ കാറിൽ കയറി ഓടിച്ചുപോയി. പാറു പിറ്റേന്ന് തന്നെ ഓഫീസിലെത്തി. മൂർത്തിയും ശേഖറും അവളെ കാത്തിരിക്കുകയായിരുന്നു. മൂർത്തി അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അവൾ ക്യാബിനിൽ എത്തിയതും മൂർത്തി ഒരു ലോങ് കവർ അവളെ ഏൽപ്പിച്ചു. നിന്നെ ഇന്ന് മുതൽ എൻ്റെ PA ആയി നിയമിച്ചിരിക്കുന്നു. ശേഖർ ഇന്ന് മുതൽ ലീവിൽ പോകുകയാണ്, മൂർത്തി പറഞ്ഞു. ശേഖർ ഫയലെല്ലാം പാറുവിനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മൂർത്തിക്ക് ലീവ് ലെറ്ററും കൊടുത്ത് ശേഖർ അവിടെ നിന്നിറങ്ങി. പാറു എല്ലാം തന്നെ പെർഫെക്റ്റായി ചെയ്തു തീർത്തു. ഗീത അലമറയിൽ നിന്ന് 50,000 രൂപ എടുത്തു ഒരു ടാക്സി വിളിച്ചു വരുത്തി ടൗണിലേക്ക് പോയി. രവി ഗീത കാണാതെ എടുത്തു വെച്ച ക്യാഷായിരുന്നു അത്. ബേബി ഐറ്റംസ് കിട്ടുന്ന ഒരു വലിയ ഷോപ്പിലേക്ക് ഗീത കയറി. അവിടെ നിന്ന് മിനി ബാത്ത് ടബും ബേബി ബെഡും പില്ലോകളും സോക്സും ഷൂകളും വില കൂടിയ ടൈപ്പ് ടർക്കികളും ബേബി ടൈപ്പ് കമ്പിളി ഉടുപ്പുകളും ഗീത വാങ്ങിക്കൂട്ടി. വിലയൊന്നും അവൾ നോക്കിയില്ല. എന്തു വാങ്ങണമെന്ന് അവൾക്ക് തന്നെ അറിയാത്ത പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. എല്ലാം കൂടി 60,000 രൂപയായി. 50,000 ക്യാഷായും ബാക്കി ഗൂഗിൾ പേ ആയും ബില്ലടച്ചു. അതെല്ലാം കൂടി ഒരു ടാക്സിയിൽ വീട്ടിലെത്തിച്ചു. 2-3 പ്രാവശ്യമായി അതെല്ലാം അവൾ മുകളിലെ റൂമിലെത്തിച്ചു. പത്മാവതി കിടക്കുകയായിരുന്നു. അതിനാൽ അവർ ഒന്നും അറിഞ്ഞില്ല. സർവൻ്റ് അവരുടെ ജോലി കഴിഞ്ഞു പോയിരുന്നു. അന്ന് വൈകുന്നേരം കാർ സർവീസിന് കൊടുത്തു. രവി ഓട്ടോയിൽ വീട്ടിലെത്തി. പിറ്റേന്ന് അലമറയിൽ നിന്ന് കാശെടുക്കാൻ നോക്കിയ രവി ഞെട്ടിപ്പോയി. 50,000 കുറവുണ്ട്. രവി ഗീതയെ വിളിച്ച് ചോദ്യം ചെയ്തു. ഗീത കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. രവി ദേഷ്യത്തോടെ തല കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. നേരെ ബാറിലേക്കാണ് പോയത്. പാതിബോധത്തിൽ രവിയുടെ മനസ്സിലേക്ക് പാറുവിൻ്റെ ഐശ്വര്യമാർന്ന മുഖം കടന്നു വന്നു. എൻ്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്, അവൻ മന്ത്രിച്ചു. ആ സമയം ഗീതയെ രവി മറന്നിരുന്നു. ഒരു നിമിഷം പാറുവിനെ കാണണമെന്ന് രവിക്ക് തോന്നി. അവൻ പതുക്കെ എഴുന്നേറ്റു. പക്ഷേ അവിടെ തന്നെ വീണുപോയി.